إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിനും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച ഒരു വിശേഷണമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അഥവാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുഴുവനും റഹ്മത, അനുഗ്രഹമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റഹ്മത്ത് അനുഭവിച്ചത് മനുഷ്യന് മാത്രമല്ല, അല്ലെങ്കിൽ സഹാബാക്കളായ മുസ്ലിമീങ്ങൾ മാത്രമല്ല, അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരും അനുഭവിച്ചിട്ടുണ്ട്, മുനാഫിഖുകളും അനുഭവിച്ചിട്ടുണ്ട്, മറ്റെല്ലാ ആളുകളും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യന് മാത്രമല്ല, മനുഷ്യരല്ലാത്ത മറ്റ് മൃഗങ്ങളും ആസ്വദിച്ചിട്ടുണ്ട്. ജീവനുള്ള മൃഗങ്ങൾ മാത്രമല്ല, ജീവനില്ലാത്ത ചില വസ്തുക്കൾ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത് ആസ്വദിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞ വാക്ക് വളരെ സത്യമാണ്, സ്വദഖല്ലാഹ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിൽ ആരെങ്കിലും മോശമാക്കാൻ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ശ്രമിച്ചാൽ, അത് വെറും വാക്കാണ്. ആരെങ്കിലും എഴുതിയാൽ അത് വെറുതെയുള്ള വരികളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങള് വികാരത്തോടു കൂടി ഇടപെടുന്ന പരിപാടിയില്ല. കാരണം അവർക്കറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ് എന്ന് പ്രഖ്യാപിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ആ പ്രവാചകനെ സൃഷ്ടിച്ച റസൂലായി നിയോഗിച്ച അല്ലാഹുവാണ്. അതുകൊണ്ട് തെറ്റൂല, തെറ്റു വന്നിട്ടില്ല. ഇലാ യൗമുൽ ഖിയാമ ആർക്കും അങ്ങനെ തെറ്റ് കണ്ടെത്താനും സാധിക്കൂല. മനുഷ്യരോട് അല്ലെങ്കിൽ സത്യവിശ്വാസികളോട് പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന റഹ്മത്ത് പറയുമ്പോൾ ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്, പല വിഷയങ്ങളും
എന്റെ സമുദായം അത് ചെയ്തിരുന്നെങ്കിൽ എന്ന് അള്ളാന്റെ റസൂല് ആശിച്ചിരുന്നു. പക്ഷേ എന്റെ ഉമ്മത്തിനത് പ്രയാസമായി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് അത് നിർബന്ധമാക്കാതിരിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ലൗല അൻ അശുഖ അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ എന്റെ ഉമ്മത്തിന് പ്രയാസമാകും, അതെനിക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കുന്നില്ല. മിസ്വാക്ക് എല്ലാ നിസ്കാര സമയത്തും എല്ലാ വുദൂഇന്റെ സമയത്തും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിച്ചേരെ, പക്ഷെ എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് എനിക്ക് തോന്നി, അവിടെ ഞാൻ കൽപ്പിച്ചില്ല, നിർബന്ധമാക്കിയില്ല. ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, സുന്നത്താണ്, അത് റഹ്മത്തിന്റെ ഭാഗമാണ്. തറാവീഹ് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിസ്കരിച്ച തറാവീഹ് ഇന്ന് നമ്മൾ നിസ്കരിക്കുമ്പോഴത്തെ നിസ്കാരമേ അല്ല. എണ്ണത്തിൽ ചിലപ്പോൾ നമ്മൾ കൃത്യത കാണിക്കുന്നുണ്ടാവും, പക്ഷെ ആ നിസ്കാരത്തിന്റെ ഉള്ള്, അതിന്റെ സത്ത, അത് നമ്മൾ ഇന്നും ആസ്വദിച്ചിട്ടില്ല. രണ്ട് കാലുകൾക്ക് നീര് കെട്ടുവോളം ദീർഘമായി നിന്ന് നിസ്കരിച്ച നിസ്കാരം, 3 ദിവസം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു, 4ാമത്തെ ദിവസം സഹാബത്ത് നിസ്കരിക്കാനുള്ള ആശയിൽ വന്നു, പക്ഷെ ഈമാനില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. അന്വേഷിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈ ആശയും ആവേശവും കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയേക്കുമോ എന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ട് ഞാൻ വരാതിരുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീൻ. 5 നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് അല്ലാഹുവിന്റെ റസൂലിന് മിഅ്റാജിൽ സമ്മാനമായിട്ട് കൊടുത്തത്. പക്ഷെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായീൽ കാണിച്ച അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ എന്റെ ഉമ്മത്തിന് സാധിക്കൂലെന്ന് കണ്ട് 9 പ്രാവശ്യം തിരിച്ചുപോയി അയ്യം തെങ്ങിഞ്ചു വെച്ച് കുറപ്പിച്ചിട്ട് വന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട പ്രവാചകനെ പരിഗണിച്ചിട്ട് പറഞ്ഞു, 5 വക്ത് നിസ്കരിച്ചാൽ മതി, 50ന്റെ കൂലി ഞാൻ കൊടുത്തോളാം. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ റസൂലിനോടുള്ള അല്ലാഹുവിന്റെ പിരിശം. നിങ്ങളെ ഉമ്മത്തിന് സാധിക്കൂല, ശരിയാ. ഇന്ന് ഞാനും നിങ്ങളും ഈ 5 വക്ത് കൊണ്ട് തന്നെ പ്രയാസപ്പെടുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ ഉമ്മത്തിന് 5 നിസ്കരിച്ചാൽ 50ന്റെ കൂലി ഞാൻ കൊടുത്തോളാം. റഹ്മത്തുൽ ലിൽ ആലമീൻ. മനുഷ്യരോട് മാത്രമല്ല, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളിൽപ്പെട്ട സഹാബിയുടെ തോട്ടത്തിൽ ഇരിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഒരു ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടി വന്നു. ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് ഇത് ജയ്യിദ സനദാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒട്ടകം ഓടി വന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി. അതിന്റെ കണ്ണുനീരൊഴിക്കുന്നത് സഹാബത്ത് നേർക്കുനേരെ കണ്ടു. അത് അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുന്നത് സഹാബാക്കൾ കണ്ടു. ഉടൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജബൽ, ലിമൻ ഹാദൽ ജബൽ, ഈ ഒട്ടകം ആരുടേതാ? അൻസാരിൽപ്പെട്ട ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ലീ യാ റസൂലല്ലാഹ്, ഇതെന്റെ ഒട്ടകമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തോട്, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, അല്ലാഹു നിനക്ക് അധീനപ്പെടുത്തി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ എന്താ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തത്? ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടു, ഫഇന്നഹു ശക്കാ ഇലയ്യ, ഒട്ടകം എന്നോട് പരാതി പറഞ്ഞു, നീ ഇതിനെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, നേരെ ചൊവ്വേ ഭക്ഷണം കൊടുക്കാതെ വിശപ്പിക്കുന്നുണ്ട് എന്ന് ഒട്ടകം എന്നോട് പരാതിപ്പെട്ടു എന്ന്. സംഭവം സത്യമാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം തോന്നിയ മറ്റൊരു റിവായത്ത് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ജയ്യിദായ സനദുള്ള റിപ്പോർട്ട്. 2 ഒട്ടകങ്ങൾ സഹാബത്തിന് വഴങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്ക് ഈ ഒട്ടകങ്ങൾ വഴങ്ങുന്നില്ല. സഹാബത്ത് അതിനെ ഒരു തോട്ടത്തിലിട്ട് പൂട്ടിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ടു. തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ വാ. സഹാബാക്കളെ ഒളിച്ചിട്ട് ആ തോട്ടത്തിലേക്ക് പോയി. അവര് കണ്ട കാഴ്ച, തോട്ടത്തിന്റെ വാതിൽ തുറന്ന നേരം 2 ഒട്ടകങ്ങൾ വന്ന് അതിന്റെ മുൻകാലുകളും മടക്കി തലയിൽ കുത്തിവെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നില്
സുജൂദ് ചെയ്യുന്ന പോലെ നിന്നു. സ്വഹാബത്ത് കണ്ടപ്പോ അമ്പരന്നു. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാനി ഫഹ്ലാനി ലാ യഅഖിലാൻ, ബുദ്ധിയില്ലാത്ത രണ്ടൊട്ടകങ്ങൾ സജദാലക്, അങ്ങയുടെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തല്ലോ, അഫലാ നസ്ജുദു ലക്, എന്നാ പിന്നെ മനുഷ്യരെ ബുദ്ധിയുള്ള നമ്മളല്ലേ നിങ്ങൾക്ക് സുജൂദ് ചെയ്യേണ്ടത്. ഇന്നത്തെ തങ്ങന്മാര് കേട്ടപ്പോ ശരിയല്ലേ? കാരണം ഇന്നത്തെ തങ്ങന്മാര് തീരുമായിട്ട് അത്ര വലിയ ബന്ധവും ഇല്ലാത്തവരാണ്. അവരുടെ പ്രവൃത്തികൾ അങ്ങനെയാ തെളിയിക്കുന്നത്. ഇന്ന് പലരും തങ്ങളും സൈഡുമായിട്ട് നടക്കുന്നത് സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്യാനാണ്. ദീനുമായി ബന്ധപ്പെട്ട അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഅ്മുറു അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ഇല്ലാ, ഞാൻ ആർക്കും ആരുടെ മുന്നിലും സുജൂദ് ചെയ്യാനും ആരോടും പറയൂല. അഥവാ അങ്ങനെ ഞാൻ പറയുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഞാൻ ഭാര്യയോട് പറഞ്ഞേനെ ഒരു ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. വേറെ വിഷയം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മൃഗങ്ങളുടെ സമീപനം ഇങ്ങനെയായിരുന്നു. കാരണം ആ പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീന. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ചാരി വെച്ച അല്ലെങ്കിൽ തൂണായി വെച്ച ഈത്തപ്പഴ മരത്തിലേക്ക് ചാരി നിന്നിട്ട് ഖുതുബ നിർവഹിക്കുകയാണ്. അൻസാരിൽപ്പെട്ട ഒരു വനിത പിറകിലുണ്ട്, സ്ത്രീകൾ. എവിടെ? മടിക്കേരി സലഫി പള്ളിയിലല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹിയുടെ പള്ളിയുടെ പിറകുഭാഗത്ത് സ്ത്രീകളുണ്ട് പള്ളിയിൽ. ആ വനിത എഴുന്നേറ്റ് നിന്നു, ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ അടുത്ത് ആശാരിപ്പണി അറിയുന്ന ഒരു വേലക്കാരനുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ തയ്യാറാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു. ആ പെണ്ണിൽ തന്നെ മിമ്പർ ഉണ്ടാക്കി, 3 സ്റ്റെപ്പുള്ള മിമ്പർ. അത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പർ കിട്ടിയപ്പോൾ ചാരി നിന്ന് ഖുതുബ നടത്തിയ ആ മരത്തടിയെ ഉപേക്ഷിച്ച് മിമ്പറിന്റെ മുകളിലേക്ക് കയറി. അദ്ദേഹം പറഞ്ഞു, വകാന അലൈഹി ഫസമിഅനാ ലിദാലികൽ ജിസ്ഇ സൗതൻ കസൗതിൽ ഇശാർ, ഒട്ടകങ്ങൾ കരയുന്ന പോലെയുള്ള ശബ്ദം ആ മരത്തടിയിൽ നിന്ന് നമ്മൾ കേട്ടു. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ഇരുന്ന സഹാബത്തിന് ആ ഈത്തപ്പഴത്തിന്റെ മരത്തടി കരയുന്ന ഏകവിന്റെ ശബ്ദം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ മിമ്പറിന്റെ മുകളിൽ ഇറങ്ങി ആ മരത്തടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ കൈവച്ചപ്പോൾ അത് മിണ്ടാതിരുന്നു. തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മരത്തടി കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. റഹ്മത്തുൽ ലിൽ ആലമീൻ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഈത്തപ്പഴത്തടിയും കരഞ്ഞിട്ടും റസൂലുള്ളാഹി തങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രഗൽഭനായ താബിഈ പണ്ഡിതനാണ്. യാ മഅശറൽ മുസ്ലിമീൻ, ഈ സംഭവം അദ്ദേഹം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കരയും. എന്നിട്ട് പറയും, യാ മഅശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിമീങ്ങളുടെ കൂട്ടമേ, അൽ ഖശബ, അൽ ഖശബ, ഒരു മരക്കഷണം, ഒരു ഈത്തപ്പഴത്തിന്റെ തടി, ജീവനില്ലാത്ത ഒരു മരക്കഷണം, തഹിന്നു ലിറസൂലില്ലാഹി ശൗഖൻ ഇലൈഹി, പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആശയും സ്നേഹവും കാരണത്താൽ വിട്ടുമാറിയപ്പോൾ അത് എങ്ങനെ വെച്ച് കരഞ്ഞുപോയി. എന്നാൽ അഫലൈസ الرجال الذين يرجون لقاءه احق ان يشتاقوا اليه, ആ പ്രവാചകൻ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങളല്ലേ ഏറ്റവും അധികം അതിനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകന്റെ ഇഷ്ടം കിട്ടാൻ നിങ്ങളല്ലേ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല പറയുമായിരുന്നു. മാത്രമല്ല, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടിയിട്ട് മക്കത്തു കൂടെ നടക്കുക. ആ നടത്തത്തിന്റെ ഇടയിൽ ഒരു കല്ല് കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തെ കണ്ടിട്ട് കാണിച്ചു കൊടുത്തില്ല.
കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രവാചകനെ വിറ്റ് കാശുണ്ടാക്കി തിന്നുന്ന മുബത്തദികളും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് ചൂതന്റെ ആമോചനങ്ങളും അതും വെച്ചിട്ട് കാശുണ്ടാക്കുമായിരുന്നു. അതല്ലെങ്കിലും അതായത് കളവൊന്നും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇന്ന ബിമക്കത ഹജറൻ, ഇന്ന ബിമക്കത ഹജറൻ, മക്കയിൽ ഒരു കല്ലുണ്ട്. കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എന്നോട് സലാം പറയുമായിരുന്നു. ലയാലിയ ബുഇത്തു, ഞാൻ റസൂലായി നിയോഗിക്കപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിൽ ആ കല്ല് ഇപ്പോഴും എനിക്കറിയാം അതെവിടെയാ ഉള്ളത്. പക്ഷെ കാണിച്ചു കൊടുത്തില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇത് താരീഖിന്റെ ഉലമാക്കൾ എഴുതി വെച്ചത് എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഈ ഉമ്മത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഈ കഥകൾ പറഞ്ഞ് വിശ്വാസികളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു സത്യം അറിയോ? സലഫി മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ മദ്ഹ് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് സുഖിക്കുന്നില്ല, അവർക്കൊന്ന് തൃപ്തിയാവുന്നില്ല. എന്താ കാര്യം അറിയോ? സലഫി മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിയെ ഉമ്മത്തിന്റെ മനസ്സിലേക്ക് ആഴ്ത്തി ഇറക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എല്ലാവർക്ക് അവർ ഈ ഉമ്മത്തിനെ കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സലഫികൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ, ഉമ്മത്തിന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പത്തായവും പോക്കറ്റും നിറക്കാൻ, എന്നിട്ട് സുഖിയം പറയിട്ടും ഭൂമിയിലും വാഴ അവർക്ക് തടസ്സം സലഫി പ്രബോധകന്മാരും പ്രവർത്തകരുമോ അല്ലെങ്കിൽ ഒരു മഹല്ലത്തിലുള്ള സലഫി മിമ്പറ. സാധാരണക്കാരത് കേൾക്കാതിരിക്കാൻ, അതിന്റെ ചോട്ടിൽ വരാതിരിക്കാൻ, അവരുടെ സത്യാവസ്ഥ അറിയാതിരിക്കാൻ എന്ത് ചെയ്തു? സലഫികൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതുള്ള കളവ് പറഞ്ഞു വരുത്തി. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ അതങ്ങ് സഹിക്കുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. സഹിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞ പോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മൾ അത് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ഈമാൻ അതാ. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും അധികം നമുക്ക് ഏറ്റവും വലിയ കടപ്പാടും ബാധ്യതയും അല്ലാഹുവിന്റെ റസൂലിനോട്. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ എങ്ങനെ നമ്മൾ പറയാതിരിക്കുക? പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക? പിന്നെന്തിനാ ഈ കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് സാധാരണക്കാരനെ അകറ്റാൻ ശ്രമിക്കുന്നത്? എന്തോ നഷ്ടപ്പെടുന്ന പേടിച്ചിട്ടാണോ? വേറെന്തെങ്കിലും ഇല്ലാതായി പോകുന്നുള്ള ഉൾഭയം വന്നിട്ടാണോ? ആ പേടി നല്ലതാണ്. അബൂജഹലിനും ആ പേടി ഉണ്ടായിട്ടുണ്ട്. ഒതുവൈ ശൈബക്കും ആ പേടി ഉണ്ടായിട്ടുണ്ട്. അബൂലഹബ് എന്ന കള്ളത്തങ്ങൾക്കും ആ പേടി ഉണ്ടായിട്ടുണ്ട്. അബൂലഹബ് തങ്ങളല്ലേ? അബൂലഹബ് സയ്യിദല്ലേ? പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആളുകൾ കേട്ടാൽ നമുക്ക് പലതും നഷ്ടപ്പെടുമെന്ന പേടി ആ കള്ളന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് അബൂജഹലിനെ വിശ്വസിക്കായിട്ട, അല്ലാതെ അബൂജഹലിന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അറിയായിട്ട പേടിയായിരുന്നു. ആ പേടിയുണ്ട് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുന്ന ചില പുരോഹിത വർഗത്തിന്. അതുകൊണ്ട് ഈ മിമ്പറിനെ പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനത്തെ ഒരു ഭയമില്ല. നമ്മൾ ഉമ്മത്തിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. പൊതുസമൂഹത്തിൽ നിന്നും ഒരു ആശയും നമുക്കില്ല. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹിയെ കൊഞ്ഞനം കുത്തരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കൊന്ന് കുഴിച്ചു മൂടരുത്. ജൂത പൈസകൾക്ക് പൊട്ടിച്ചിരിക്കാൻ റസൂലുള്ളാഹിന്റെ പേരിന് കളങ്കം ഉണ്ടാക്കരുത്. അതല്ലേ കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയത് നാട്ടില്? കഴിഞ്ഞ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 നാട്ടിൽ നടന്നെന്താ? ഹുബ്ബുർ റസൂലോ ഇത്തിബാഉൻ നബിയോ ഖുർആനിന്റെയും ഹദീസിന്റെയും കൽപ്പനയോ? റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദുഹാന്റെ സമയം മദീന കരഞ്ഞ ദിവസമല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ എങ്ങനെയാ ആഘോഷിച്ചത്? നിങ്ങൾ എങ്ങനെയാ ദിവസം സന്തോഷിച്ചത്? നിങ്ങളെ മനസ്സ് പാറക്കതിനേക്കാളും മുരുണ്ടു പോയില്ലേ? ആത്രമച്ചു പോയി നിങ്ങളുടെ കൽബ്. മദീന എന്ന് കരഞ്ഞു. അറിയുമോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവസാന സമയമായപ്പോൾ പറയാറുണ്ട്, ഐന ഗദൻ, ഐന അന ഗദൻ, ഐന അന ഗദൻ ചോദിച്ചുകൊണ്ടിരിക്കും. നാളെ ഞാൻ എവിടെയാണ്? നാളെ എന്റെ കൂടെ ഏത് ഭാര്യന്റെ അടുത്താണ്? ഭാര്യമാർക്ക് കാര്യം മനസ്സിലായി. അവർ ഒരുമിച്ച് കൂടി തീരുമാനിച്ചു ആയിഷയുടെ വീട്ടിലേക്ക് മാറ്റാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് മാറ്റപ്പെട്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ നെഞ്ചത്ത് തലയും വെച്ച് അല്ലാഹുവിന്റെ റസൂൽ കിടക്കുകയായിരുന്നു. 12-ാം തീയതി റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് സഹാബത്തിന്റെ ഇജ്മാ ഉള്ള ദിവസം. ആ ദിവസം ജനിച്ചു എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ മാസത്തിലാണെന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ തീയതിയിലാണെന്നും ഇഖ്തിലാഫുണ്ട്. സമയത്തിലും ഇഖ്തിലാഫുണ്ട്. എന്നിട്ട് എന്ത് ധൈര്യത്തിലാ ആ ദിവസം ആഘോഷിക്കാൻ തീരുമാനിച്ചത്? പക്ഷെ വഫാത്തിന്റെ ദിവസം ഉറപ്പുള്ളത് ഒരാൾക്ക് പോലും അതിൽ ഇഖ്തിലാഫില്ല. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ആയിഷ ബീവിന്റെ നെഞ്ചത്തെ റസൂലുള്ളാഹിന്റെ തലയുള്ളത്, മുബാറക്കായ ശിരസ്സുള്ളത്. അബ്ദുറഹ്മാൻ വന്നു, ആയിഷ ബീവിന്റെ സഹോദരൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സഹോദരന്റെ കയ്യിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എന്റെ സഹോദരന്റെ കയ്യിൽ അറാഖുണ്ട്, മിസ്വാക്കുണ്ട്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പല്ല് തേക്കണോ? ഞാൻ എന്ന് പറയാൻ കഴിയുന്നില്ല. രോഗം ബാധിച്ച അവശനായി കിടക്കുകയാ. തല കൊണ്ട് ആംഗ്യം കാണിച്ചു. അത് ഞാൻ വാങ്ങി നോക്കുമ്പോ നല്ല കട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ കടിച്ച് പദം വരുത്തിയിട്ട് പല്ല് തേച്ചേരട്ടെ? അതേ ആംഗ്യം കാണിച്ചു. ഞാൻ എന്റെ വായ കൊണ്ട് കടിച്ച് പദം വരുത്തി ഹബീബിന് പല്ല് തേപ്പിച്ചു കൊടുത്തു. ആയിഷ ഉമ്മ പറയാ റളിയല്ലാഹു അൻഹ, എനിക്ക് എന്റെ റബ്ബ് തന്ന 2 അനുഗ്രഹം ലോകത്ത് ആർക്കും കിട്ടിയില്ല. എനിക്ക് എന്റെ റബ്ബ് തന്ന ഏറ്റവും വലിയ 2 ഫضല്, ഒന്ന് എന്റെ ഉമിനീരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരുമായി അവസാനം തൊട്ടത്. 2 എന്റെ നെഞ്ചത്തെ തലയും വെച്ച് കിടന്നിട്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. പല്ല് തേച്ചു. അവസാനത്തെ ശുദ്ധിയാക്കലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ ശ്രദ്ധിച്ചു. അത് അനങ്ങുന്നുണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. റസൂലുള്ളാഹി അവശനാണ്. ഞാൻ എന്റെ ചെവി ചുണ്ടോട് ചേർത്ത് വെച്ചു. ആ സമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, അലാ ഇന്നലിൽ മൗതി ലസക്ര, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അതിന്റെ കൂടെ ഇങ്ങനെയും പറഞ്ഞു, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ട്. ആയിഷ ഉമ്മക്ക് മനസ്സിലായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാവാനുള്ള അവസാനത്തെ നേരമാണ്. കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. ഏതാ ദിവസം എന്നറിയോ? ആ ഉയർത്തിയ ദിവസം ഏതാണെന്നറിയോ? ജാഥ നിങ്ങൾ സംഘടിപ്പിച്ചില്ലേ? ആ ദിവസം നിങ്ങൾ പായസം വിളമ്പി സന്തോഷിച്ച് പൊട്ടിച്ചിരിച്ചില്ലേ? ആ ദിവസം നിങ്ങൾ ബിരിയാണി വെച്ച് വിളമ്പി തീറ്റിച്ചില്ലേ? ആ ദിവസം നിങ്ങൾ പാട്ടും പാടി ഘോഷയാത്രയും നടത്തി പല്ലടിച്ച് ചിരിച്ച് പലരെയും കളിയാക്കിയില്ലേ? ആ ദിവസം ആകാശത്തേക്ക് ഉയർത്തി. ഇലർ റഫീഖിൽ അഅല, ഇലർ റഫീഖിൽ അഅല. എന്താ സംഭവം എന്നറിയോ? ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വേണമെങ്കിൽ ദുനിയാവ് തന്നെ കഴിയാം, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങാം. റസൂലുള്ളാഹി അല്ലാഹുവിനെ തെരഞ്ഞെടുത്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കൈ താഴോട്ട് വീണു. എന്റെ നെഞ്ചത്ത് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലായി അന്നഹു ഖദ് മാത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ റൂമിൽ വേറെ ആരുമില്ല. എന്റെ ബാപ്പ മദീനന്റെ പുറത്ത് വീട്ടിലായുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പിന്നൊന്നും നോക്കിയില്ല. ആണുങ്ങൾക്ക് നേരെ ഇട്ടിരിക്കുന്ന എന്റെ വീടിന്റെ വാതിൽ ഞാൻ തുറന്നു. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച സഹാബാക്കള് ജോലിക്ക് പോവാതെ, വീട്ടിലേക്ക് പോവാതെ കൂടിയിരിപ്പുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഞാൻ വാതിൽ തുറന്നു. ഖദ് മാത റസൂലുള്ളാഹ്, മാത റസൂലുള്ളാഹ്. ഞാൻ വിളിച്ചു പറഞ്ഞു, റസൂലുള്ളാഹി മരണപ്പെട്ടു. ഫൻഫജറൽ മസ്ജിദു ബിൽ ബുഖാഇ, സഹാബത്തിന്റെ കരച്ചിൽ കാരണം മദീനത്തെ പള്ളി പൊട്ടിത്തെറിക്കും പോലെ തോന്നി എനിക്ക്. അത്ര വിഷമിച്ചു സഹാബാക്കൾ. നിങ്ങള് പാട്ടും പാടി സന്തോഷിച്ച അതേ ദിവസത്തെ മദീനത്തെ കഥയായി പറയുന്നത്.
നിങ്ങൾ എന്ത് സ്നേഹമായി വാദിക്കുന്നത്? നിങ്ങൾ എന്ത് സ്നേഹമായി പറയുന്ന ഉമ്മത്തിനോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി കരച്ചിൽ കൊണ്ട് നിറഞ്ഞു. ഒരു ഭാഗത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു താരീഖിന്റെ കിതാബിൽ എന്താണെന്നറിയോ? അദ്ദേഹം ചെറിയ കുഞ്ഞുങ്ങളെ ബുദ്ധിയിലേക്ക് പോയി ടെൻഷൻ കൊണ്ട്. റസൂലുള്ളാഹി വഫാത്തായി താങ്ങാൻ കഴിയുന്നില്ല. രണ്ട് കൈയും ഇങ്ങനെ വെച്ച് തിരുമ്മിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അലി ഇബ്നു അബീ താലിബ് പുതിയാപ്പള ഫാത്തിമാന്റെ ഭർത്താവ് മൂത്താപ്പന്റെ മോൻ ഇരുന്നു പോയി, എണീക്കാൻ കഴിഞ്ഞില്ല, ബോധം നഷ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരി എന്താ പറയുന്നറിയോ? എന്റെ നബി എങ്ങാനും വഫാത്തായി ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കൈകാലുകൾ ഞാൻ വെട്ടിക്കളയും. എന്റെ നബി വഫാത്തായിട്ടൊന്നുമില്ല. മൂസ നബി കിതാബ് വാങ്ങാൻ പോയ പോലെ പോയതാ, തിരിച്ചു വരും. തിരിച്ചു വന്ന ആ ദിവസം അദ്ദേഹം മരിച്ചു ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അയാളെ വന്ന് റസൂലുള്ളാഹി കൊന്നുകളയും, ഒരു ബോധമില്ലാത്ത പോലെ. ഉമറിനെ കണ്ട ആൾക്കാർക്ക് പേടിയായി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു. ഈ ഉമ്മത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും അധികം അറിഞ്ഞ ഒരു സഹാബി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പിച്ച് കിടത്തിയ പുതപ്പ് തലഭാഗത്ത് നിന്ന് മാറ്റി രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വാ ഖലീല, വാ ഖലീല, ഓ എന്റെ കൂട്ടുകാരാ, വാ നബിയ, ഓ എന്റെ പ്രവാചക, വാ സഫിയ, വാ ഹബീബ. ചില വാക്കുകളിൽ അദ്ദേഹത്തിന്റെ സങ്കടം പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് ബാത്. അബൂബക്കർ സിദ്ദീഖിന്റെ അന്നത്തെ പ്രസംഗം റസൂലുള്ളാഹി മരണപ്പെട്ട വീട്ടിൽ. മൻ കാന യഅബുദു മുഹമ്മദ, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു ഖദ് ബാത്, ഇദാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, വമൻ കാന യഅബുദുല്ലാഹ്, ഉമറിനെ ഉദ്ദേശിച്ച ഈ വർത്തമാനം ഇങ്ങനെ ബോധം നഷ്ടപ്പെട്ട പോലെ അല്ല. ആരാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, ഇല്ല, അല്ലാഹു മരണപ്പെടുകയില്ല, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ഉമറിന്റെ കൈവന്ന് വാട് താഴെ വീണു. അദ്ദേഹം പറയാ, ഞാനൊരു സ്ഥലം പരതി, ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്ന സ്ഥലം. എന്തിനറിയോ? ഒറ്റയ്ക്കിരുന്നൊന്ന് കരയാൻ, അല്ലാണ്ട് ജാഥ വിളിക്കാനല്ല. കാരണം അന്ന് അള്ളാന്റെ ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസമാണ്. അന്ന് മദീനത്ത് ഒരൊറ്റൊരാൾ ജീവിച്ചിട്ടില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീന ഇരുട്ടുകൂടിയ പോലെ തോന്നി എനിക്ക്. റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച. മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പാനെ സന്ദർശിക്കാൻ വന്നു, ഉപ്പാനെ കാണാൻ വന്നു. ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ പ്രിയപ്പെട്ടവരെ, മടിക്കേരിയിലുള്ള ഖതീബന്മാരോടും ഉസ്താദന്മാരോടും, എന്താ ഇവരൊക്കെ നിങ്ങൾ ഈ പറയുന്ന വഹാബികളാ? ഇവരൊക്കെ നിങ്ങൾ ഈ പറയുന്ന റസൂലുള്ളാഹിയോട് മുഹബ്ബത്ത് ഇല്ലാത്തവരാ? മോള് ഫാത്തിമ വന്നു ഉപ്പാനെ കാണാൻ. ഉപ്പാക്ക് പനിയാ, എഴുന്നേക്കാൻ വയ്യ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോള് ഫാത്തിമാനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, വാ മോളെ. അടുത്തു വന്നു, നെറുകയിൽ ചുംബിച്ചു, ഫാത്തിമാനെ കയ്യും പിടിച്ച് കടന്നു. വാതിൽ ആരോ മുട്ടുന്ന പോലെ തോന്നി ഫാത്തിമാക്ക്. റസൂലുള്ളാഹി പറഞ്ഞു, മോളെ പോയി നോക്കാനാണെന്ന്. ഫാത്തിമ പോയി നോക്കി. യാ റസൂലല്ലാഹ്, അതൊരു അറബിയാണ് ഉപ്പ, എനിക്കാരാന്നറിയില്ല, മദീനത്ത് മുമ്പ് കണ്ടിട്ടില്ല, ഒരു അറബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഹാദിമുൽ ലദ്ദാത്ത് മുയത്തിമുൽ അബ്നാഇ വൽ ബനാത് ഖാബിദുൽ അർവാഹി മലക്കുൽ മൗത്ത്. അറബി ആരെന്നറിയോ? നിന്റെ ഉപ്പാനെ കൊണ്ടുപോകുമെന്ന മലക്കുൽ മൗത്ത. രസങ്ങളെ മുറിച്ചു കളയുന്ന, മക്കളെ യതീമുകളാക്കുന്ന, റൂഹിനെ പിടിക്കുന്ന മലക്കാണ് മോളെ. ബാപ്പ യാത്രയാവുക. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. എന്ന് പറഞ്ഞിട്ടാ കരയുന്നറിയോ? വാ കറുബ അബാ, വാ കറുബ അബാ, എന്റെ ബാപ്പാക്ക് ഇന്ന് എന്തൊരു വേദനയാ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. മോളെ ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ലാ കറുബ അലാ അബീകി ബഅദൽ യൗം, ലാ കറുബ അലാ അബീകി ബഅദൽ യൗം. കരയണ്ട മോളെ, ഇന്ന് കഴിഞ്ഞാ പിന്നെ നിന്റെ ഉപ്പാക്ക് വേദനയില്ല. നിന്റെ ഉപ്പ റഫീഖുൽ അഅലയിലേക്ക് യാത്രയാവുകയാണ്. ചെവി അടുപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഫാത്തിമ ചെവി അടുപ്പിച്ചു. പറഞ്ഞു, മോളെ, ഈ ദിവസം നിന്റെ ഉപ്പ വഫാത്താവും. ഫാത്തിമ കരഞ്ഞു.
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ പിന്നീട് ചോദിച്ചു മോളോട്, മോളെ നീ എന്തിനാണ് കരഞ്ഞത്? പിന്നെ നീ ചിരിച്ചല്ലോ, അതെന്തിനാ നീ തിരിച്ചത്? ഫാത്തിമ പറഞ്ഞു, എന്റെ ഉപ്പ ആദ്യം പറഞ്ഞു ഞാൻ മരിക്കാൻ പോകുമെന്നാണ്, അപ്പൊ ഞാൻ കരഞ്ഞു. പിന്നെ പറഞ്ഞത്, വേണ്ട മോളെ, നീ ആയിരിക്കും എന്റെ കുടുംബത്തിൽ ആദ്യം ഞാനുമായി വന്ന് ചേരുക, നീയാണ് സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് നേതാവായിട്ടുണ്ടാവുക. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയത് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്ത് ഖബറടക്കി തിരിച്ചു വരുന്ന സമയം ഫാത്തിമ പറയുന്നുണ്ട്, യാ അബതാ അജാബ റബ്ബൻ ദആ, എന്റെ ബാപ്പാനെ അല്ലാഹു വിളിച്ചു, എന്റെ ഉപ്പ ഉത്തരം നൽകിയിട്ട് പോയി. യാ അബതാ ജന്നത്തുൽ ഫിർദൗസ് മഅവാ, അങ്ങ് പോയത് ജന്നത്തുൽ ഫിർദൗസിലേക്കാണ്. യാ അബതാ ഇലാ ജിബ്രീല നദാ, ജിബ്രീലിനോട് നമ്മൾ ദുഃഖം പങ്കുവെച്ചോളാം. അനസിനെ വഴിയിൽ കണ്ടു. മോള് ചോദിച്ചു, അനസ്, എന്റെ ഉപ്പന്റെ ദേഹത്ത് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെയാ അനസെ സാധിച്ചത്? കഴിഞ്ഞോ നിങ്ങൾക്ക്? നിങ്ങൾ അത്ര സ്നേഹിച്ച ആളല്ലേ? അത്രത്തോളം ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, നോവിന്റെ തിരമാലയുണ്ടായ റബീഉൽ അവ്വൽ 12 അന്ന് മുസ്ലിം എന്ന് പറയുന്നവരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് അതികഠിനമായ ധിക്കാരത്തിന്റെ പ്രവർത്തനമാണ്. ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സഹാബത്തിന് ആർക്കും ഉണ്ടായില്ല, മുൻഗാമികൾക്ക് ആർക്കും ഉണ്ടായില്ല. അതാ സലഫി മിമ്പർ പറയുന്നത്. അങ്ങ് ദുഃഖം ആചരിച്ച് കരയൊന്നും വേണ്ട, പക്ഷെ ആ വലിയ മുസീബത്ത് ഓർത്തൊന്ന് സങ്കടപ്പെടണം, ഒന്ന് വിഷമിക്കണം. പക്ഷെ നിങ്ങള് ആഘോഷത്തിമിർപ്പിലായിരുന്നു അല്ലേ? എന്റെ പ്രിയപ്പെട്ട സമുദായമേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെയും കാത്തിക്കണ്ടോ. പ്രസംഗിക്കാൻ ആളുകൾ ഉണ്ടാവും, നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാവും, തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഫറതുകും അലൽ ഹൗദ്, ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കും. ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കും. ആരൊക്കെ ആ വഴിക്ക് വരുമ്പോ ഞാൻ ആ വെള്ളം കോരി കൊടുക്കും. അതാര് കുടിച്ചുവോ ലാ യദ്മഉ ബഅദഹു അബദൻ, പിന്നെ ഒരിക്കലും അവർക്ക് ദാഹമില്ല, വിശപ്പില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും, അഅരിഫുഹും വയഅരിഫൂനി, എനിക്ക് അവരെയും അറിയാം, അവർക്ക് എന്നെയും അറിയാം. അറിയാത്തവരല്ല, എന്നെ അറിയാം, എന്നോട് മുഹബ്ബത്ത് ഉണ്ടായിട്ടുണ്ടാവും, എന്നോടുള്ള മുഹബ്ബത്ത് അമിതമായിട്ടുണ്ടാവും, എനിക്ക് വേണ്ടി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ചില ആൾക്കാർ വരും. പക്ഷെ മലായിക്കത്ത് ഹൗദിന്റെ സഫിൽ നിന്നും അവനെ പിടിച്ചു പുറത്തിടും. എനിക്ക് സഹിക്കാൻ കഴിയൂല. ഞാൻ പറയും, യാ റബ്ബി അസ്ഹാബി, യാ റബ്ബി അസ്ഹാബി, ഇതെന്റെ ആൾക്കാരാണ്, ഇതെന്റെ സമുദായമാണ്, എന്തിനാ റബ്ബിയെ പുറത്താക്കിയത്? ഫയഖാൽ, അപ്പൊ എന്നോട് പറയപ്പെടും, യാ മുഹമ്മദ് ലാ തദ്രി മാ അഹ്ദസു ബഅദക, ലാ തദ്രി മാ അഹ്ദസു ബഅദക, ഏ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയില്ല അങ്ങയുടെ വഫാത്തിന് ശേഷം നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ ഇവരെന്തൊക്കെയാ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന്. അതുകൊണ്ട് വഞ്ചിതരാവണ്ട. കഴിഞ്ഞ തിങ്കളാഴ്ച ആരെങ്കിലും റാലി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നൊരു കപ്പ് പായസം ആരെങ്കിലും തന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തോളി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി, അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചോളി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ആ ദീൻ നിങ്ങൾ വികലമാക്കിയിരിക്കുന്നു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉടമസ്ഥനായ റബ്ബിന്റെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. വല്ലാഹി സത്യം, സുമ്മ വല്ലാഹി, ഒരു ഖാദിയും കൂട്ടിനുണ്ടാവൂല, ഒരു ഖതീബും കൂട്ടിനുണ്ടാവൂല. അത് ഈ സലഫി പള്ളിന്റെ മിമ്പറായാലും ഈ മടിക്കേരിയിലുള്ള ഒരു മിമ്പറിന്റെ ഖതീബും ഉമ്മത്തിന് കൂട്ടുണ്ടാവൂല, വല്ലാഹി ഉണ്ടാവൂല. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, ഒറ്റക്ക് വരും. അന്നൊരു ചോദ്യം ഉണ്ടാവും, നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ബിരിയാണി വെച്ചത്? അന്ന് സലഫി മടിക്കേരി സലഫി പള്ളിന്റെ മിമ്പറിന്റെ താഭാഗത്തിരിക്കുന്ന മുസ്ലിമീങ്ങൾ പറയും, നമ്മൾ ആഘോഷിച്ചിട്ടില്ല. എന്തേ? നമുക്ക് മുഹമ്മദ് മുസ്തഫാനോട് മുഹബ്ബത്തായിരുന്നു. നമ്മൾ മുഹമ്മദ് മുസ്തഫാനെ വിറ്റിട്ട് കാശുണ്ടാക്കിയവരല്ല. ആട്ടിന്റെ തോല് കെട്ടിയ ചെന്നായിക്കളെ പോലെ ഉമ്മത്തിനെ കാർന്ന് തിന്ന
ശ്മശാനവാടി, റസൂലുള്ളാഹിനെ പുച്ഛിച്ചവനുമല്ല എന്നീ മിമ്പറിന്റെ ആളുകൾ പറയും. എന്റെ മടിക്കേരിയിലുള്ള പ്രിയപ്പെട്ട ഖതീബുമാരെ, നിങ്ങളുടെ മിമ്പറിന്റെ താഴെ ഇരുന്ന മുസ്ലിം എന്ത് പറയും? എന്ത് പറയും? എന്റെ ഉസ്താദ് പറഞ്ഞിട്ടിരുന്നോ? എന്റെ ഖാദി പ്രസംഗിച്ചിട്ടിരുന്നോ? എന്റെ മൊണ്ടാക്കിന്റെ പ്രസംഗം കേട്ടിട്ടാ നിന്റെ റസൂല് വഫാത്തായ ദിവസം നമ്മൾ ആഘോഷിച്ചതെന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖ്ദു. വേണ്ടാട്ടോ, വേറെ കൊണ്ടൊന്നും പിടിക്കണ്ട, നിനക്ക് നിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്, അതെടുത്തോടി. വമാ നഹാകും അൻഹു ഫൻതഹു. ആ റസൂല് തടഞ്ഞതാണോ ഒഴിവാക്കിക്കോളി. ഇവിടെ നിങ്ങൾക്ക് ആരും വരെ പോവില്ല. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സമുദായമേ, മടിക്കേരിയിലെ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളായ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഒരു കാര്യമേ ഈ മിമ്പർ നിങ്ങളിൽ നിന്ന് ആശിക്കുന്നുള്ളൂ, മുഹമ്മദ് മുസ്തഫാനെ സ്നേഹിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് പഠിപ്പിച്ച ദീനിൽ പിൽക്കാലത്ത് കടത്തി കൂട്ടപ്പെട്ടതൊന്നും കൂട്ടാതിരിക്കുക, ദീനിനെ മലീമസമാക്കാതിരിക്കുക. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചോളി, വഅഹ്ലീകും നിങ്ങളെ കുടുംബത്തെയും. എവിടുന്ന്? നാറ, നരകത്തിൽ നിന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കുന്ന വിറകുകൊള്ളികൾ മനുഷ്യരും ചില കല്ലുകളുമായിരിക്കും. ആ മനുഷ്യരിൽ പെടാതിരിക്കാൻ അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാ സമയം ഈ ലോകത്തോട് യാത്രയായി. സഹാബത്ത് വിഷമിച്ചു, ഭാര്യമാര് കരഞ്ഞു, മോള് ഫാത്തിമ കരഞ്ഞു, ഹബീബായ തങ്ങളുടെ അടുത്തനുയായികൾ നിലവിളിച്ചു. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സമർക്കന്ദിലേക്ക് നാട് വിട്ടിട്ട് പോയി. റസൂലുള്ളാഹി ഇല്ലാത്ത നാട്ടിൽ ഇനി താമസിക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട്. അത് മുഹബ്ബത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവർ മുഹബ്ബത്ത് പ്രകടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ മുഹബ്ബത്ത് പ്രകടിപ്പിച്ചത് 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അതറിഞ്ഞ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ റസൂലുള്ളാഹിന്റെ ആളാവുന്നത്. അതറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ മുത്തബിഉൻ നബിയാവുന്നത്, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നവർ. അല്ലാഹു കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദുനിയാവിലും ആഖിറത്തിലും അതിലൂടെ വിജയം കരസ്ഥമാക്കുവാൻ ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ അല്ലെങ്കിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം 4 കാര്യത്തിലാണ് പ്രകടിപ്പിക്കേണ്ടത്. ഒന്ന്, ഇംതിസാലു മാ അമർ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച കാര്യം എന്താണോ അതിനെ ഫോളോ ചെയ്യുക, അതനുസരിക്കുക. കാരണം അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഫലാ വറബ്ബിക്, നബിയെ നിങ്ങളുടെ റബ്ബാണ് സത്യം, നിങ്ങളുടെ റബ്ബാണ് സത്യം. ലാ യുമിനൂൻ, അവർ യഥാർത്ഥ വിശ്വാസികളാവില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിങ്ങളെ വിധികർത്താവാക്കുന്നത് വരെ. ثم لا يجدوا في انفسهم حرجا مما قضيت, അങ്ങനെ ഒരു തീരുമാനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനത്തോട് അവർക്ക് യാതൊരു വിഷമവും വരാത്തത് വരെ, വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അത് അംഗീകരിക്കുന്നത് വരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി ഇങ്ങനെ സഹാബത്ത് ചെയ്ത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഏതൊരു വിഷയത്തെ പറ്റിയാണോ അറിവ് കിട്ടിയത് അതങ്ങ് ചെയ്തേക്കുക. ഇതാണ് ഇത്തിബാ, ഇതാണ് മുഹബ്ബ. ഒരു കവി പറഞ്ഞ പോലെ, ഇൻകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നീ പറയുന്ന സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനുസരണയാണ്, അത് ഇത്തിബാഅണ്. അവിടെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കോലം പരിശോധിക്കാം. നമ്മുടെ വേഷം, നമ്മുടെ മുടി, നമ്മുടെ താടി, നമ്മുടെ മീശ, നമ്മുടെ ഉപ്പ ഉമ്മ പെങ്ങള് മക്കള്, അവരുടെ വേഷം, അവരുടെ സംസ്കാരം, അവരുടെ അദബ്, അവരുടെ പഠിത്തം, നമ്മളെ അടുക്കള, നമ്മളെ വീട്, നമ്മളെ കച്ചവടം, വർത്താനം, സ്വഭാവം, കുടുംബം, ദാമ്പത്യം, അത് പരിശോധിക്കുക. അത് മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെയാക്കുക. അതാണ് മുഹബ്ബത്ത്.
അതാണ് സ്നേഹം. അതാണ് ഈ മെമ്പർ പറയുന്നത്. അതിലെന്താ തെറ്റ്? അങ്ങനെ ഓരോ മുസ്ലിമും ആവണം, അങ്ങനെ ഓരോ കുടുംബവും ആവണം. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ എന്താണോ കാണിച്ചത് അതങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും. മാത്രമല്ല അള്ളാഹു പറഞ്ഞു, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു സത്യവിശ്വാസിയെ ആണിനോ പെണ്ണിനോ അനുവാദമില്ല, അവകാശമില്ല. പ്രവാചകന്റെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തം കാര്യമാണെങ്കിൽ പോലും സ്വയം ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. അത്രത്തോളം അനുസരിച്ചോളണം. ഇതാണ് ഇത്തിബായിന്റെ ഒന്നാമത്തെ കാര്യം. എന്താണ് റസൂൽ പറഞ്ഞത്? അതങ്ങനെ ചെയ്തേക്കാം. 2, ഏതൊരു കാര്യത്തിൽ നിന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിരോധിച്ചത്, താക്കീത് ചെയ്തത്, അതിനെ പൂർണ്ണമായും ഒഴിവാക്കുക. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. കാരണം അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിര് കാണിക്കുന്നവൻ സൂക്ഷിച്ചുകൊള്ളുക, അൻ തുസീബഹും ഫിത്ന, അവർക്ക് എന്തെങ്കിലും ഫിത്ന വന്നു ചേരുന്നതിന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല ചോദിച്ചു, അതദറൂന മൽ ഫിത്ന? ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഫിത്ന എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, അൽ കുഫ്റു ബില്ലാഹ്. അൽ കുഫ്റു ബില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരെ പ്രവർത്തിക്കുവാൻ പേടിക്കേണ്ടത് മരിക്കുന്നതിന് മുമ്പ് കാഫിറായി പോവോ എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അത് ബിദ്അത്തും അതേപോലെ കുഫറും നിഫാഖുമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായി ബിദ്അത്ത് ഖുറാഫാത്തുകൾ കൊണ്ട് നടക്കുന്നവൻ സൂക്ഷിച്ചോളൂ, ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പ് കാഫിറായിട്ട് ചത്തുപോകും. അല്ലെങ്കിൽ കപടവിശ്വാസിയായി മുനാഫിക്കായി നരകത്തിന്റെ അടിയിലത്തെ തട്ടിലെ സീറ്റ് ബുക്ക് ചെയ്യും. അതല്ലെങ്കിൽ അവൻ ഫാസിഖായി അതേപോലെ തന്നെ മുഫ്തിനായി ദുനിയാവിലും നാറും നാളെ ആഖിറത്തിലും നാറും. അല്ലാഹു കാക്കട്ടെ. ഇവർക്ക് റഹ്മത്തുള്ളാഹി തഫ്സീർ വായിച്ചാൽ അത് കിട്ടും. മൂന്നാമത്തെ കാര്യം തസ്ദീഖുഹു ഫീമാ അഖ്ബർ. ഇത്തിബാ എന്താ അറിയോ? മുഹബ്ബത്ത് എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക. അതെന്ത് തന്നെയാണെങ്കിലും അത് വിശ്വസിക്കുക. കാരണം അല്ലാമ ഇബ്നുൽ വസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അത്തക്ദീബു ലിഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅൽ ഇൽമി അന്നഹു ഹദീസുഹു കുഫ്റുൻ സരീഹ്. ഒരു വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം അതിനെ കളവാക്കി കളയൽ വ്യക്തമായ കുഫറാണ്. അത് ഇന്ന് ദുനിയാവില് ഭയങ്കര ബുദ്ധിജീവികളാണെന്ന് സ്വയം പറഞ്ഞ് എന്നാൽ ബന്ധബുദ്ധികളായി ജീവിക്കുന്ന ചില ആൾക്കാർക്കുള്ള താക്കീതാണ്. അവർ ചില ഹദീസുകൾ സ്വീകരിക്കൂല, അംഗീകരിക്കൂല. അവന് കാരണം പറയും, അതെനിക്ക് മനസ്സിലാവുന്നില്ല, അതെന്റെ തലക്ക് ചേരുന്നില്ല. അവരെ പറ്റിയാണ് ഷെയ്ഖ് പറഞ്ഞത് കുഫ്റുൻ സരീഹ്, കളവാക്കുന്നത് കുഫ്റാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ യജിബുൽ ഈമാനു ബിഹി, അത് വിശ്വസിക്കാൻ നിർബന്ധമാണ്. സവാഉൻ അറഫ്നാ മഅനാഹു ഔ ലം നഅരിഫ്, അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായാലും ശരി ഇല്ലെങ്കിലും ശരി. വജബ അലാ കുല്ലി മുഅ്മിനിൻ അൽ ഈമാനു ബിഹി, അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു, യൂഷികു അൻ യഖഉദ അർ-റജുലു മുത്തകിഅൻ അലാ അരീകതി, ഒരു കാലഘട്ടം വരും അന്നൊരാൾ തന്റെ ചാരി കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കും, എന്നിട്ട് പറയും, യുഹദ്ദിസു ബിഹദീസിൻ മിൻ ഹദീസി, എന്റെ ഒരു ഹദീസ് പുതിനത്തിന്റെ മുമ്പിൽ ഉദ്ധരിക്കും. എന്നിട്ട് അയാൾ ചോദിക്കും, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, നമ്മളെയും നിങ്ങളെയും ഇടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമുക്ക് ഹദീസ് എന്നവർ ചോദിക്കും. അറിഞ്ഞോളൂ, അല്ലാഹു ഹറാമാക്കിയ പോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയതും. അതുകൊണ്ട് തസ്ദീഖുഹു ഫീമാ അഖ്ബർ, അല്ലാഹു റസൂൽ പറഞ്ഞു അത് സത്യമാണ്, അതിൽ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. നാലാമത്തെ കാര്യം വഅല്ലാ യുഅബദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീനായി എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമായിരിക്കണം ശരീഅത്തിന്റെ നിയമമായി കാണുന്നതും നമ്മൾ അനുഷ്ഠിക്കുന്നതും. അതല്ലാത്തതൊന്നും ചെയ്തുകൂടാ. അതിന് പറയുന്ന പേരാണ് ബിദ്അ, മുഹ്ദസാത്തുൽ ഉമൂർ, ഖുറാഫാത്തുകൾ.
ഏത് കാര്യം ഇബാദത്തായി ചെയ്താലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതും പഠിപ്പിച്ചതുമായിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ, അനുസരിക്കാത്തവൻ ഒഴികെ. നമ്മൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബാ, ആരാ നബിയെ നിങ്ങളെ അങ്ങ് വിസമ്മതിക്കുക, കേൾക്കാണ്ടിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ഞാൻ കാണിച്ച വഴിയിൽ എന്നെ അനുസരിച്ച് ആര് പോയോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ, ആര് എനിക്കെതിരെ കാണിച്ചുവോ അവനാണ് വിസമ്മതിച്ചവൻ, അവന് സ്വർഗ്ഗമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ ശ്രമിക്കുക. ആ പ്രവാചകൻ കാണിച്ചു തന്ന വഴി അത് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് സഹാബാക്കളും താബിഈങ്ങളും ഇമാമുകളും നടപ്പിൽ വരുത്തിയത് എന്ന് പഠിക്കുക. അതുപോലെ ജീവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ പൊരുത്തക്കേടും ഇഷ്ടക്കേടും ഉണ്ടാകുന്ന മുഴുവൻ പ്രവൃത്തികളിൽ നിന്നും അള്ളാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അലാ വഇന്ന അല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ വഅമറക്കും بالصلاة والسلام على النبي صلى الله عليه وسلم وصلوا وسلموا عليه. اللهم صل وسلم على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.